എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം ഹാരിസും പ്രിപ്പയർ ആണ്. അപ്പോൾ വന്നിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ഈ പ്രസ് മീറ്റിന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി പറയാണ്. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫ്രം ദ ടീം ഓഫ് മലയാളി ഫ്രം ഇന്ത്യ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൊമോഷൻ കണ്ടന്റ്സ് ആയാലും അങ്ങനത്തെ പലതും വന്നു. പിന്നെ അതിനുശേഷം ഇന്നലെ നമ്മളൊരു ടീസർ വന്നു, വേൾഡ് മലയാളി ആന്തം, ഇങ്ങനത്തെ എല്ലാം വന്നു. നാളെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അതിലാദ്യം പറയാനുള്ളത്, നാളെ ഒരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഒന്ന് എല്ലാവരെയും അറിയിക്കുക എന്നൊരു ഇതുണ്ട്. ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയായിരുന്നു. പിന്നെ അത് കുറച്ചങ്ങ് തേഴ്സ്ഡേ എന്ന രീതിയിലേക്കായി. ഇന്നിപ്പോൾ എനിക്കൊന്ന് ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് മെയ് 1 ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങും. അപ്പോൾ അത് പലരും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും അത് എല്ലാവരിലേക്ക് എത്തിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈം മോസ്റ്റ് ആഗ്രഹം. മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കണം. അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിന്റെ, വേറെ ഒന്നുമല്ല. ഇന്ന് വന്നതിന്റെ മെയിൻ ഇത്. വെള്ളിയാഴ്ച നടികർ സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോബി, ഡയറക്ടർ, സൗബിനൊക്കെയുള്ള നടികർ റിലീസാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ് വെള്ളിയാഴ്ചയല്ല, ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, ഞങ്ങൾ പ്രേക്ഷകർക്ക് തരികയാണ്. ഞങ്ങൾ ബുധനാഴ്ച സിനിമ ഇറക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ ഒരു മലയാളി, അതായത് ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്നൊരു സാധാരണക്കാരന്റെ സിനിമയാണ്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ് ദൈർഘ്യമാണ്. ഇതിൽ അവന്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളിയും അവന്റെ പ്രണയവും അവന്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും, എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും, അതെല്ലാം അറിയാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. അതിനു മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു പ്രൊമോഷന് നിവിനായാലും ധ്യാനായാലും അല്ലെങ്കിൽ അനശ്വര ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ്. ആക്ച്വലി ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു നിവിൻ. ആക്ഷൻ ഹീറോ വിജയ് 2 ഷൂട്ടിന്റെ ഇടയിലായിരുന്നു. ധ്യാനായാലും ഞാൻ വിളിച്ചതാണ്, പക്ഷെ ധ്യാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ ധ്യാൻ വന്ന് പ്രോബ്ലി നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ PR ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇന്റർവ്യൂസും എല്ലാം പതുക്കെ വന്നിങ്ങനെ അതിലോട്ട് കിടക്കുകയാണ്, പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ് മീറ്റ് വെച്ചത്. നാളെ സിനിമ ഇറങ്ങിയാണ്. അവിടെ നിന്ന് നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും. പിന്നെ എന്താ അങ്ങനെ. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിവിൻ എല്ലാവരെയും നമ്മൾ നടത്തുന്നുണ്ട്, അല്ലെ ബ്രോ? നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ, മഞ്ജു പറഞ്ഞപ്പോൾ നിവിനോട് പറയാം, ഞാൻ എവിടെ ഒളിച്ചോടി പോയൊന്നുമല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിവിൻ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഷൂട്ടിന്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മുന്നേ പോയ ഇന്റർവ്യൂസിലും എല്ലായിടത്തും ചോദ്യം ഉണ്ടായി, നിവിനും ധ്യാനം എവിടെ. അതാണ് ഞാനിന്ന് പറയുന്നത്. അവരും അനശ്വരയും ക്രിസ്റ്റിനും എല്ലാവരും നമ്മളിനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി, നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കും എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്.
അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. സംസാരിക്കരുതെന്ന് ലിജോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. നാളെ സിനിമ ഇറങ്ങുന്നിടത്ത് നമ്മളുടെ സംസാരത്തിന് വലിയ പ്രസക്തിയില്ല. ലിജോ പറഞ്ഞത് ആസ് എ മലയാളി നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നാണ്. ലിജോയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും തല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ലിജോയുടെ തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട്, ഓഡിയൻസിലുണ്ട്. ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ, വേൾഡ് വൈഡ്. ഞങ്ങൾ ഇതിനു മുന്നത്തെ സിനിമ ജനഗണമന 4 ഭാഷയിൽ ഇറക്കി, 4 ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ്. അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്ക് കിട്ടുള്ളൂ. ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റ് ഭാഷക്കാരും ഈ സിനിമ കാണാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇറക്കുന്ന സിനിമയാണ്. ഇപ്പൊ ജനഗണമന എന്തുകൊണ്ട് ആ ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ പറയാനാണ്. മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കിയടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണുന്നു എന്നുള്ള വിദ്യാധാരണ ഒന്നുമില്ല. നമ്മളൊക്കെ മലയാളികളല്ല, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കിയടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സംവിധായകന്റെ വാക്കാണ്. ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലകുനിച്ചു കൊണ്ടുവരും. കാണാം. നമസ്കാരം. ഡയറക്ടർ പറഞ്ഞ പോലെ ആരും ഒന്നും മിണ്ടണ്ടെന്നാണ് പറഞ്ഞത്. 10-30 നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ്. ഇതിന്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിന്റെ ഒരു കുട്ടി ടീസർ ഈ PVന് ഇറക്കിയത്. ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് ലിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോ എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും PVയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് സിനിമയാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ലിജോ പറഞ്ഞ പോലെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ലിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ അപ്പൊ എന്ത് ചോദിക്കാൻ വേണ്ടിയാലും ധൈര്യമായിട്ട് ചോദിക്കാം. ലിജോ അതിനെല്ലാം ഷാരിസും പ്രിപ്പയർ ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യമേ നന്ദി പറയുന്നു. മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല. എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ലിജോയും പറഞ്ഞു, ഷാരിസും എല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടിൻപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ
ഇമോഷനിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. സിനിമ കണ്ടിരുന്നു, സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ ഇറങ്ങുകയാണ്, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ്, മെയ് 1 റിലീസാവാണ്, ഒരു ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഭാഗമേ ആണുള്ളൂ. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ 2 വഴിയോടും ഇരയും നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. ഒരു കാര്യം കൂടെ, ഞങ്ങൾ എൻ്റെ ഡിജോയുടെ ഫസ്റ്റ് പടം ക്വീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും മുഖങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെയും ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പടം നന്നായി വരണം എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.